എമ്പുരാന്റെ ടൈറ്റിലിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഒന്നാമതായി, എമ്പുരാൻ എന്ന ആ വാക്കിന്റെ 2A മാത്രം ചുവപ്പ് നിറത്തിലാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട്, എമ്പുരാൻ എന്ന വാക്കിന്റെ ഓരോ അക്ഷരങ്ങൾക്കിടയിലും കുത്തുകൾ ഇട്ടിട്ടുണ്ട്, ഡോട്ടുകൾ. മൂന്നാമതായിട്ട് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കാര്യമാണ് L2 എന്ന ആ ഒരു സിമ്പല്. അതായത് എമ്പുരാൻ എന്ന ആ വാക്ക് മാറ്റിയാൽ അതിലൊരു സിമ്പല് കാണും. അത് വായിക്കുന്നത് L2 എന്നതാണ്. അതായത് ലൂസിഫറിന്റെ 2ാം ഭാഗം എന്ന അർത്ഥത്തിലുള്ള L2. പക്ഷേ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഇതൊക്കെ വെറുതെ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലൂസിഫറിന്റെ ടൈറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് അതിന്റെ പ്രത്യേകത? അതിലെ ചില അക്ഷരങ്ങളൊക്കെ തലതിരിഞ്ഞാണ് കിടക്കുന്നത്. ഇതിനെപ്പറ്റി പൃഥ്വിരാജ് പറയുന്നത്, നമ്മൾ നേരിൽ കാണുന്നതല്ല സത്യം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ്. ഇതുപോലെ തന്നെ ലൂസിഫർ എന്ന സിനിമയിലെ ഓരോ ഷോട്ടിനും പൃഥ്വിരാജിന് പറയാൻ ഓരോ അർത്ഥങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു സിനിമയുടെ ടൈറ്റിലിൽ വെറുതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി വെക്കേണ്ട കാര്യമില്ലല്ലോ. അതിലെന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഈ കോഡുകളൊക്കെ നമുക്കൊന്ന് അഴിച്ചെടുത്താലോ. അലിസ്റ്റർ ക്രൗളി, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഒക്കൾട്ടിസ്റ്റ് ആയിരുന്നു. ഒക്കൾട്ടിസം മീൻസ് ദുർമന്ത്രവാദം. അലിസ്റ്റർ ക്രൗളി സിംബോളിസത്തിലും ലിറ്ററേച്ചറിലും ബ്ലാക്ക് മാജിക്കിലും ഒക്കെ ചെറുപ്പത്തിലെ നിപുണനായിരുന്നു. 20ാം നൂറ്റാണ്ടിൽ ദ ബുക്ക് ഓഫ് ലോ എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ഒരു ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ പേരാണ് തലേമ. ആ ഗ്രൂപ്പിൽ അവര് ബ്ലാക്ക് മാജിക് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ബ്ലാക്ക് മാജിക്കിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാം എന്നതായിരുന്നു ആ ഗ്രൂപ്പിന്റെ ഒരു കോൺസെപ്റ്റ്. പിന്നീട് 1907 ഈ അലിസ്റ്റർ ക്രൗളി ജോർജ് സിസിൽ ജോൺസ് എന്ന് പറയുന്ന ഒരു ഒക്കൾട്ടിസ്റ്റുമായിട്ട്, ഒരു ദുർമന്ത്രവാദിയുമായിട്ട് ചേർന്നിട്ട് മറ്റൊരു സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന്റെ പേരാണ് ആസ്ട്രം അർജന്റം. ഇത് പിന്നീട് എ ഡോട്ട് എന്നറിയപ്പെട്ടു. നമ്മുടെ എമ്പുരാനിലെ എ ഡോട്ട് ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എങ്കിലും ആ 2A അവിടെ വരുന്നുണ്ടല്ലോ. ഈ ആസ്ട്രം അർജന്റം അതൊരു ലാറ്റിൻ വാക്കാണ്. അതിന്റെ അർത്ഥം പ്രകാശം പരക്കട്ടെ എന്നാണ്. ഇല്ലുമിനാറ്റിയുടെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥവും പ്രകാശം പരക്കട്ടെ, അറിവ് പരക്കട്ടെ എന്നൊക്കെയാണ്. ലൂസിഫറിന്റെ അർത്ഥം എന്താണ്? ലൂസിഫർ എന്ന വാക്ക് വന്നത് ലക്സ്ഫെറോ എന്ന വാക്കിൽ നിന്നുമാണ് കേട്ടോ. ലക്സ് എന്നാൽ വെളിച്ചം എന്നാണ് അർത്ഥം. ലക്സ്ഫെറോ, ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം വിളക്കേന്തിയ മാലാഖ എന്നൊക്കെയാണ്. അപ്പോ ഈ ആസ്ട്രം അർജന്റം, ഇല്ലുമിനാറ്റി, ലൂസിഫർ, ഇതിന്റെയൊക്കെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട് അല്ലെ? ഇതൊക്കെ തന്നെയാണ് ആ ടൈറ്റിലിലെ എ ഡോട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇവിടെ പറയാൻ പറ്റുന്ന കുറച്ചുകൂടെ ആപ്റ്റായിട്ട് തോന്നിയ മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്. ദ ബുക്ക് ഓഫ് എബ്രാമിൽ അങ്ങനെ ഒരു പുസ്തകമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈജിപ്തിലെ ഒരു ദുർമന്ത്രവാദിയായിട്ടുള്ള ഒരാളാണ് അബ്രഹാം. ആ പേര് ശ്രദ്ധിച്ചോണം. നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ, ലൂസിഫറിൽ ഇബ്രാഹാം ഖുറേഷി. നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എബ്രഹാം എന്നു പേരുള്ള ഒരു ദുർമന്ത്രവാദി. അപ്പോൾ ഈ എബ്രഹാം എന്നു പേരുള്ള ദുർമന്ത്രവാദി ജർമ്മനിയിലെ വേംസ് എന്ന് പറയുന്ന നഗരത്തിലെ എബ്രഹാം എന്ന് തന്നെ പേരുള്ള മറ്റൊരാൾക്ക് ഒരു റിച്വൽ പറഞ്ഞു കൊടുക്കുകയാണ്. ആ റിച്വലിന്റെ പേരാണ് എബ്രഹാം എലിൻ റിച്വൽ. അതായത് ഈജിപ്തിലെ എബ്രഹാം എന്ന ദുർമന്ത്രവാദി ഒരു ജർമ്മൻകാരനായ ഇബ്രഹാമിന് ഒരു റിച്വൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു റിച്വൽ ഹാഷിഷ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഹാഷിഷ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡ്രഗാണ്. ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പേരുണ്ടാവുമല്ലോ, അത് തന്നെ സംഭവം. ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം അതിന്റെ പേര് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഹാഷിഷ് ഉപയോഗിച്ചാണ് ഈ ഒരു റിച്വൽ, അബ്രഹാമിലിൻ റിച്വൽ എന്ന് പറയുന്ന ഈ ഒരു റിച്വൽ ചെയ്യുന്നത്. ഈ ഒരു ഹാഷിഷ് ബിസിനസ് നടന്നത് എബ്രഹാം ടു എബ്രഹാമിലേക്കാണ്. അതായത് എബ്രഹാം എന്ന് പറയുന്ന ഒരു ദുർമന്ത്രവാദിയിൽ നിന്നും എബ്രഹാം എന്ന് പേരുള്ള ഒരു ജർമ്മൻകാരനിലേക്കാണ് ഈ ഒരു ഹാഷിഷ് ബിസിനസ് നടന്നത്. അവിടെ എബ്രഹാം ടു എബ്രഹാം, A to A ആയതുകൊണ്ട് തന്നെ അത് എ ഡോട്ട് ആയിട്ട് മാറി എന്നാണ് പിന്നീട് പറയുന്നത്. ഇവിടെ ദ ബുക്ക് ഓഫ് എബ്രാമിലിൻ എന്ന് പറയുന്ന ആ ഒരു പുസ്തകം വായിച്ചിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ അലിസ്റ്റർ ക്രൗളി ഉണ്ടല്ലോ, അയാള് ഈ പുസ്തകം വായിച്ചിട്ട് ഈ ഹാഷിഷ് ഉപയോഗിച്ച് കിളി പോയിട്ട് അങ്ങനെ ഇരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ബിസിനസ് നടന്നത് ഇവിടെ ആരൊക്കെ ആയിട്ടാണ്? എബ്രഹാമുമായിട്ടാണ്. A to A
അത് പിന്നെ എ ഡോട്ട് മാറി. ഇവിടെ ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഈ സംഭവം പറയാൻ കാരണം, ഇത് ഹാഷിഷ് എന്ന് പറയുന്ന ഒരു ഡ്രഗാണ്, നർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നർക്കോട്ടിക്സ് നമ്മുടെ ലൂസിഫർ സിനിമയ്ക്കകത്ത് നമ്മുടെ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അവിടെ അങ്ങനെ പറയേണ്ട കാര്യം എന്താ? അവിടെ അങ്ങനെ പറയണമെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അല്ലെങ്കിൽ അബ്രഹാം ഖുറേഷിയുടെ ഭൂതകാലം നമ്മുടെ ഡ്രഗ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം, നാർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. അങ്ങനെ ഒരു ബിസിനസ് ചെയ്ത ഒരാളായിരിക്കണം അബ്രഹാം ഖുറേഷി. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായി കാണും. അതിന്റെ ഭാഗമായിട്ട് ചോര പൊടിഞ്ഞിട്ടുണ്ടാവണം. നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിൽ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ 2A ചോര കലർന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ 2A നാർക്കോട്ടിക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ടാമതായിട്ട് ടൈറ്റിലിന്റെ ഓരോ അക്ഷരങ്ങൾക്കിടയിലും ഡോട്ടുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ കാര്യം എന്താ? സിമ്പിളായിട്ട് എമ്പുരാൻ എന്നങ്ങ് എഴുതിയാൽ പോരെ. അപ്പോൾ അതിലെന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുണ്ടാവും. എമ്പുരാൻ എന്ന വാക്ക് ചിലപ്പോൾ ഒരു ഷോർട്ട് ഫോം ആയിട്ടായിരിക്കും അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതല്ല എങ്കിൽ അതൊരു കോൺസെപ്റ്റായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ രണ്ടാമതായിട്ട് അതിനെപ്പറ്റി പറയാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആസ്ട്രം അർജന്റം ഒരു സീക്രട്ട് ഗ്രൂപ്പ്. ആ ആസ്ട്രം അർജന്റത്തിലുള്ള ആൾക്കാർ മാനുസ്ക്രിപ്റ്റ്സ് തയ്യാറാക്കുമ്പോൾ, മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് എഴുതി തയ്യാറാക്കുന്നതിനെയൊക്കെ മാനുസ്ക്രിപ്റ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ മാനുസ്ക്രിപ്റ്റ്സ് തയ്യാറാക്കുമ്പോൾ അതിൽ അവർ ഉപയോഗിക്കുന്ന ഒരു സിഗ്നേച്ചർ ഉണ്ട്, L.V.X. അതെന്താണ് എന്ന് അറിയില്ല. L.V.X അത് ശരിക്കും വായിക്കേണ്ടത് L.U.X എന്നാണ്. കാരണം ലാറ്റിൻ ഭാഷയിൽ യു എന്ന അക്ഷരം എഴുതുന്നത് വി പോലെയാണ്. അപ്പോൾ L.V.X എന്നാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ അത് വായിക്കേണ്ടത് L.U.X എന്നാണ്. അപ്പോൾ അതിലെ ഡോട്ടുകൾ നമുക്കിങ്ങ് എടുത്തു മാറ്റാം. അപ്പോൾ വായിക്കേണ്ടത് LUX എന്നാണ്. ചേർത്ത് വായിക്കുമ്പോൾ ലക്സ്. നമ്മൾ നേരത്തെ ലക്സ് എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വെളിച്ചം, പ്രകാശം, ഇതൊക്കെയാണ്. ലൂസിഫറിന്റെ അർത്ഥം എന്താണ്? വെളിച്ചം കൊണ്ടുവരുന്ന മാലാഖ അല്ലെങ്കിൽ വിളക്കേന്തിയ മാലാഖ, അങ്ങനെയൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇതിന്റെ അർത്ഥം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ L.V.X അതിൽ ഇതൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പ്രകാശം എന്ന ഒരു അർത്ഥം ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി, ഈ അർത്ഥങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി അവർ ഒരു ഷോർട്ട് ഫോം ആയിട്ട് ഒരു കോഡായിട്ടാണ് L.V.X എന്ന് പറയുന്ന ആ ഒരു സംഭവം ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി ഈ ഗ്രൂപ്പിലുള്ളവർ അക്ഷരങ്ങൾക്കിടയിൽ ഡോട്ട് ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഈ ഒരു ടൈറ്റിലിലും കൊണ്ടുവന്നിട്ടുള്ളത്. E.M.P.U.R.A.N. എന്തിനാ അങ്ങനെ എഴുതുന്നത്? സിമ്പിളായിട്ട് എമ്പുരാനെന്ന് എഴുതിയാൽ പോരാ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ടൈറ്റിലിലെ L2 എന്ന ആ സിമ്പലിനെ കുറിച്ചാണ്. അതിലൊരു എല്ലും ഒരു 2ഉം കാണാം. അതല്ലാതെ മറ്റൊരു കാര്യം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ലൂസിഫറിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രമാണല്ലോ സെയ്ദ് മസൂദ്. ഈ സെയ്ദ് മസൂദിന് എമ്പുരാനിൽ വലിയൊരു റോള് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ സെയ്ദ് മസൂദ് എബ്രഹാം ഖുറേഷി വിളിക്കുന്നത് ഭായിജാൻ എന്നാണ്. അതിന്റെ അർത്ഥം ബ്രദർ എന്നാണല്ലോ. ലൂസിഫറിന്റെ ടാഗ്ലൈൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബ്ലഡ്, ബ്രദർഹുഡ്, ബിട്രയൽ. അതിലെ ബ്രദർഹുഡ് നമുക്കിങ്ങ് എടുക്കാം. അബ്രഹാം ഖുറേഷിക്ക് സെയ്ദ് മസൂദ് ഒരു ബ്രദറിനെ പോലെയാണ്. അപ്പോൾ ഈ ഒരു കഥയിൽ ബ്രദർഹുഡിന് എന്തൊക്കെയോ പ്രാധാന്യം ഉണ്ട്. ഓക്കെ, അതവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആസ്ട്രം അർജന്റം. അതിന്റെ ഫോളോവേഴ്സ് സാറ്റേൺ എന്ന ഗ്രഹത്തെ, സാറ്റേൺ എന്നാൽ ശനി, സാറ്റേൺ എന്ന ഗ്രഹത്തെ സാത്താനായിട്ടാണ് കാണുന്നത്. ഫ്രറ്റേണിറ്റസ് സാറ്റേണി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിന്റെ അർത്ഥം ബ്രദർഹുഡ് ഓഫ് സാറ്റേൺ എന്നാണ്. സാറ്റേണിന്റെ സഹോദരന്മാർ, സാറ്റേണിന്റെ സഹോദരൻ എന്നൊക്കെയാണ് അർത്ഥം. ഈ ഫ്രറ്റേണിറ്റസ് സാറ്റനിയുടെ സിമ്പൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഫ്രറ്റേണിറ്റസ് സാറ്റനിയുടെ സിമ്പലും
നമ്മുടെ എമ്പുരാന്റെ ആ ഒരു L2 എന്ന സിമ്പലും തമ്മിൽ എന്തൊക്കെയോ സാമ്യം തോന്നുന്നില്ലേ? എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫ്രറ്റേണിറ്റസ് സാറ്റേണി, സാറ്റേണിന്റെ സഹോദരൻ അഥവാ സാത്താന്റെ സഹോദരൻ. ഈ സാത്താനായിട്ട് നമ്മുടെ അബ്രഹാം ഖുറേഷിയെ നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം. ചുമ്മാ സങ്കല്പിക്കുക. അതുപോലെ തന്നെ സാത്താന്റെ സഹോദരനായിട്ട് സെയ്ദ് മസൂദിനെയും സങ്കല്പിക്കാം. അങ്ങനെ വരുമ്പോൾ ആ ടൈറ്റിലിലെ L2 എന്ന സിമ്പല് സെയ്ദ് മസൂദിന്റെ പ്രതീകവും എമ്പുരാൻ എന്ന ആ വാക്ക് അബ്രഹാം ഖുറേഷിയുടെ പ്രതീകവുമാണ് എന്ന് പറയാം. ആണ് എന്നല്ല, ആയിരിക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതാവാനാണ് സാധ്യത. ഇനി നമുക്ക് ലൂസിഫറിന്റെ ക്ലൈമാക്സ് സീനിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റീഫൻ നെടുമ്പള്ളി എബ്രഹാം ഖുറേഷിയായി മാറുന്ന ആ ഒരു സീൻ. അതിൽ പൃഥ്വിരാജ് ഒരു കൂളിംഗ് ഗ്ലാസ് തുടച്ച് കാറിന് മുകളിൽ വെക്കുന്നു. ലാലേട്ടൻ കടന്നു വരുന്നു. ഫോണിലൂടെ താൻ അബ്രഹാം ഖുറേഷിയാണെന്ന് വെളിപ്പെടുത്തുന്നു. അതിനുശേഷം കാറിന്റെ മുകളിലിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് എടുക്കുന്നു. ആ കൂളിംഗ് ഗ്ലാസ് എടുക്കുന്ന ആ ഒരു ഷോട്ട് ക്ലോസപ്പ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ ലാലേട്ടന്റെ കയ്യിൽ ഒരു മോതിരമുണ്ട്, അതിലൊരു സിംബലും ഉണ്ട്. അതിനകത്തൊരു പ്രാണിയെ നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രാണിയുടെ സിംബലാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അത് പലരും സിക്കാഡയാണെന്നാണ് പറയുന്നത്. സിക്കാഡ എന്താണ്? അത് ഈ ഇന്റലിജന്റ് ആയിട്ടുള്ള ഹാക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ആണെന്ന് പറയുന്നവരുണ്ട്. ഇനി അതല്ല, ഇല്ലുമിനാറ്റിയെ പോലുള്ള ഒരു രഹസ്യ സംഘടനയാണ് സിക്കാഡ എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും സിക്കാഡയെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിൽ ആദ്യം പറഞ്ഞ ആവാനാണ് സാധ്യത. ഇന്റലിജന്റ് ആയിട്ടുള്ള ഹാക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് സിക്കാഡ. പക്ഷെ ആ ഒരു സിമ്പൽ സിക്കാഡയെക്കാളും മറ്റൊരു സംഭവത്തിനോടാണ് സാമ്യം കൂടുതൽ. സിക്കാഡ എന്നാൽ ഒരു സീവീഡാണ്. പക്ഷേ എനിക്ക് അതിനെ ഒരു തുമ്പിയായി കാണാനാണ് ഇഷ്ടം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ എടുത്തിട്ടുള്ളത് ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നാണ്. നിങ്ങളത് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും കേൾക്കാൻ സാധ്യതയില്ല. അബ്രഹാം ഖുറേഷിയും തുമ്പിയുമായിട്ട് എന്താ ബന്ധം? പറയാം. ലോകത്തിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ് ഡ്രാഗൺ ഫ്ലൈ. ഡാഷ് എന്നാലൊരു വാക്കാണ്. ആ ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഡ്രാഗൺ ഫ്ലൈ, അതിന്റെ അവസാനം ഡ്രാഗൺ ഫ്ലൈ എന്ന് വരുന്നുണ്ട്. ഡ്രാഗൺ ഫ്ലൈ എന്നാൽ തുമ്പി. അതിന്റെ അവസാനം ഡ്രാഗൺ ഫ്ലൈ എന്ന് വരുന്നുണ്ട്. ആ ഡ്രാഗൺ ഫ്ലൈക്ക് മുമ്പ് ഒരു വാക്കുണ്ട്. ആ വാക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ആ ഒരു ഡ്രഗിന്റെ പേര് പൂർണ്ണമായിട്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഡ്രാഗൺ ഫ്ലൈ. അപ്പോൾ ആ ഒരു ഡ്രഗ് ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഒരുപാട് രാജ്യങ്ങൾ ബാൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രഗാണ്. അത് മാത്രമല്ല, ഡ്രാഗൺ ഫ്ലൈയുടെ ഒരു ഫാക്ട്, ഈ ഡ്രഗ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഏറ്റവും മുകളിൽ നിൽക്കുന്ന, ഡ്രഗ് ബിസിനസ് നടത്തി, ഡ്രഗ് ഡീലിംഗ് നടത്തി ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകളെ ഡ്രാഗൺ ഫ്ലൈ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്ലൈയും അബ്രഹാം ഖുറേഷിയുമായിട്ട് എന്താണ് ബന്ധം എന്ന് മനസ്സിലായി കാണും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എമ്പുരാനിലെ കൂടുതലും നാർക്കോട്ടിക്സ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം വരിക. നമ്മൾ ആ എ.ഡോട്ടിന്റെ രഹസ്യം പറഞ്ഞപ്പോൾ ഇതും പറഞ്ഞതാണ്. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്ലൈയും അബ്രഹാം ഖുറേഷിയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. കാരണം അബ്രഹാം ഖുറേഷിയുടെ ഭൂതകാലം നാർക്കോട്ടിക് ബിസിനസ്, ഡ്രഗ് ബിസിനസ്സും നിറഞ്ഞതാണ് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രാഗൺ ഫ്ലൈ ആകാനും സാധ്യതയുണ്ട്, സിക്കാഡ ആകാനും സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടണം. സംശയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതും കമന്റ് ബോക്സിൽ ഇടണം. ഇനി അതല്ല എങ്കിൽ താഴെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അവിടെ കയറി നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജ് ആയിട്ട് ചോദിച്ചാലും മതി. എന്തായാലും എൻ്റെ ഇന്നത്തെ വർത്തമാനത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. പുതിയ സബ്സ്ക്രൈബേഴ്സിനായി മാന്ത്രികന്റെ കോട്ടവാതിൽ തുറന്നു കിടക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ